ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷോ ലേറ്റസ്റ്റ് എപ്പിസോഡ് അറിയണം. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൽ ശാലിനി കൊടുക്കുന്ന കെണിയിൽ അടിപൊളിയായിട്ട് വന്ന് കുടുങ്ങുവാണ് ഈ കാർത്തിക എന്ന് പറഞ്ഞവൾ. കാർത്തികയുടെ അഹങ്കാരത്തിന് നല്ലൊരു കൊട്ട് തന്നെ ശാലിനി ഉറപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എപ്പിസോഡിൻ്റെ ഡീറ്റെയിൽ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കമൻസും ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ എപ്പിസോഡ്, അതായത് ഇന്ന് രാത്രിത്തെ എപ്പിസോഡിനകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, പൊന്നിച്ചേച്ചി കൊണ്ടുവന്ന് കൊടുക്കുന്ന ഹർഷൻ്റെ പകുതി മാത്രം കത്തിയൊരു ഫോട്ടോ. ആ ഫോട്ടോ ആണ് ശാലിനിയുടെ ഇനി അങ്ങോട്ടേക്കുള്ള കച്ചിത്തുരുമ്പായി ശാലിനി എടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ പെരുന്തുറക്കാരുടെ വക നല്ല ഏശി പൂശി എടുത്ത് മെനക്കി എടുത്തിരിക്കുന്ന ജയശങ്കർ ശാലിനെ മുന്നിൽ അടിയറവ് പറഞ്ഞ് നിൽക്കുന്നതാണ് ഇനി കാണാൻ പറ്റുന്നത്. കാരണം ശാലിനിയോട് തന്നെ പോയി പറയുന്നുണ്ട്, മാഡം എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമാണ്, മധുശ്രീ എനിക്ക് കാശ് തന്ന കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ള കാര്യം ഈ പെരുന്തുറക്കാർ ഇവൻ പറഞ്ഞ എല്ലാ കാര്യം ഇവരോട് ഡീറ്റെയിൽസ് പറയുമ്പോൾ ശാലിനിക്ക് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന കാർത്തികയുടെ അച്ഛൻ അമ്മ ഇവർ അഡ്രസ്സ് കുടുംബസഹിതം കാർത്തികയുടെ ഏറ്റവും അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൂടെ ശാലിനിയുടെ കൈവശമാകുവാണ്. ഇനി ശാലിനി ജയശങ്കറിൻ്റെ മുൻനിർത്തി കളിക്കാൻ പോകുന്ന പ്രധാന കളി എന്ന് പറയുന്നതാണ് ഇനി കാണാതിരിക്കുന്നത്. അപ്പോൾ ശാലിനിയുടെ കയ്യിൽ ഈ ഫോട്ടോ കിട്ടിയില്ലേ, ഈ ഹർഷൻ്റെ കത്തിയ ഫോട്ടോ. അപ്പം ഇവൻ ആരാക്കും ഇവൻ്റെ ഫോട്ടോ ആ വീട്ടിൽ ആരും കാണാതെ അവൾ കത്തിച്ച് കളയണമെങ്കിൽ ഇതിൽ ഇവർക്ക് ഏതോ വലിയ രീതിയിൽ ഇവർക്ക് സംബന്ധപ്പെട്ട വ്യക്തിയാണ്. അപ്പം ഈ ഫോട്ടോ കാണിച്ച് ആദ്യം തന്നെ ശാലിനി ചോദിക്കുന്നുണ്ട്, ഇവനെ അറിയാവോ എന്ന് ജയശങ്കറിനോട് ചോദിക്കുമ്പോൾ ജയശങ്കറിന് ഇവനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസ് അറിയത്തില്ല. അപ്പോൾ ജയശങ്കറിൻ്റെ ഭാഗത്തൊന്നും കിട്ടാതാകുമ്പം ശാലിനി മടുക്കുന്നില്ല. ശാലിനി നേരെ അടുത്തൊരു ബുദ്ധി പ്രയോഗിക്കുന്നത്, നേരെ ഒരു ഇതിനൊക്കെ പ്രിൻ്റ് എടുക്കുന്ന ഒരു കട, ഫ്ലെക്സൊക്കെ അടിക്കുന്ന ഒരു കടയിൽ പോയിട്ട് ഇതിൻ്റെ ഫോട്ടോയുടെ കുറേ ഫ്ലെക്സും പ്രിൻ്റൊക്കെ എടുത്തിട്ട് മാറ്റർ അടിച്ച് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഈ വ്യക്തിയെ കാണാനില്ല, കണ്ട് കിട്ടുന്നവർക്ക് 5 ലക്ഷം രൂപ സമ്മാനമായി തരുമെന്ന് പറഞ്ഞിട്ടൊരു ഫ്ലെക്സാണ് അടിക്കുന്നത്. അങ്ങനെ ഓരോ പോസ്റ്റേഴ്സ് അടിച്ച് ആ പോസ്റ്റർ എല്ലാം കൂടെ ശാലിനി എന്താണ് രാത്രി ആകുമ്പോഴത്തേക്കും കൊണ്ടുവന്ന് സത്യഭാമയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്ന് ഒട്ടിക്കുകയാണ്. സത്യഭാമയുടെ മതിലിൻ്റെ അവിടെ ചുമരി പതിപ്പിക്കുകയാണ് ഈ ഒരു ഫോട്ടോ. ഇത് പതിപ്പിച്ചതിന് ശേഷം മനസ്സിൽ ചിന്തിക്കുക, ഇന്നത്തോടെ നിൻ്റെ രഹസ്യങ്ങളൊക്കെ പുറത്താവാൻ കാർത്തികേ, എനിക്ക് വേണ്ട തെളിവ് ഇവിടുന്ന് കിട്ടിത്തുടങ്ങും. നീ എന്താ വെച്ചാൽ നീ എന്നെക്കാളും വലിയ ബുദ്ധിമതിയാണോ? അല്ല, എനിക്ക് മേളിൽ പറക്കാനുള്ള ബുദ്ധിയൊന്നും നിൻ്റെ പൊട്ട തലയ്ക്കകത്തില്ലടി എന്നൊക്കെ ശാലിനി എന്നാണ് കാർത്തിയെക്കുറിച്ച് അവിടെ നിന്ന് ചിന്തിക്കുകയാണ്. ചിന്തിച്ചിട്ട് ശാലിനി ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം ജയശങ്കറെ രാത്രി വിളിച്ചു വരുത്തോ. ജയശങ്കർ ഇപ്പോൾ എവിടെ ഉണ്ട്? ഇപ്പോൾ അർജുൻ്റെ സത്യഭാമയുടെ വീട്ടിൻ്റെ മുന്നിലേക്ക് വരാൻ പറ്റുമോ? കാരണം സത്യഭാമയുടെ വീടിൻ്റെ അഡ്രസ്സ് ഇവന് കാണാപ്പാടമാണെന്നല്ലോ. അപ്പം അങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ്. അപ്പം അയ്യോ മാഡം, ഞാൻ എവിടെ വേണമെങ്കിലും വന്നേക്കാന്ന് പറഞ്ഞ് ജയശങ്കർ കറക്റ്റ് അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പം ജയശങ്കറിനെ കൊണ്ട് ഇനി കാർത്തികേയനെ വിളിപ്പിക്കാനാണ് ശാലിനിയുടെ പദ്ധതി. അപ്പം ആദ്യം തന്നെ ജയശങ്കറിനോട് പറയുന്നുണ്ട്, ദാ ഈ ഫോട്ടോ കാണുന്നവനെ നിനക്ക് അറിയത്തില്ല എന്നല്ലേ പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യണം, കാർത്തികയ്ക്ക് ഇപ്പം നിന്നെ ഭയങ്കര വിശ്വാസമാണ്, ആ വിശ്വാസം മുൻനിർത്തി തന്നെ നീ കാർത്തികയോട് ഞാൻ പറയുന്ന പോലെ സംസാരിക്കണം. എന്താ പറ്റത്തില്ലാന്നുണ്ടോ? അയ്യോ മാഡം ഞാൻ സംസാരിച്ചോളാം എന്നൊക്കെ ജയശങ്കർ പറയുമ്പോഴത്തേക്കും, മാഡം എന്താ ഞാൻ പറയേണ്ടത്? അതിന് എൻ്റെ കയ്യിൽ അവളുടെ ഫോൺ നമ്പറൊന്നുമില്ല, ഫോൺ നമ്പറും കാര്യം ഡീറ്റെയിൽസൊക്കെ ഞാൻ തരാം ജയശങ്കർ, അതൊന്നും താൻ പേടിക്കേണ്ട. അതെന്താ മധുശ്രീ തൻ്റെ കയ്യിൽ അവളുടെ ഫോൺ നമ്പറൊന്നും പോലും തന്നില്ല എന്നുണ്ടോ ഇത്ര നാളായിട്ട്, പൈസ മാത്രമേ കിട്ടിയുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പം ഇവൻ എന്താണ് ഭയങ്കര ചമ്മിപ്പോയി നിൽക്കുവാണ്. അങ്ങനെ ശാലിനിയെ പിടിച്ച് ജയശങ്കർ എന്താണ് ഈ ഫോൺ നമ്പർ ശാലിനി കൈമാറുവാണ്. ആ കൈമാറുന്നതും ശാലിനി ചോദിക്കുന്നു, മാഡം ഞാൻ എന്താ ഇവളെ വിളിക്കേണ്ടത്, ഞാൻ വിളിച്ചാൽ അവളെ എടുക്കുമെന്ന് അറിയത്തില്ല, അറിയാത്ത നമ്പറൊക്കെ അല്ലേ. അപ്പോഴത്തേക്കും കറക്റ്റ് എന്താണ് ഫോൺ വിളിക്കുക. അപ്പം ഫോൺ കാണുമ്പം കാർത്തിക രാത്രി ഈ ഫോൺ കണ്ടാൽ ഞെട്ടുവാണ്. അയ്യോ ഇത് ജയശങ്കറിൻ്റെ പഴയ നമ്പറാണ്, ഇവൻ എന്തിനാണ് എന്നെ ശല്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത്? ഓ എടുക്കണം. എന്നിട്ട് ആദ്യം ആ ഫോൺ എടുക്കുന്നില്ല. അപ്പം കാർത്തിക വീണ്ടും ടെൻഷൻ നിൽക്കുമോ, ഇനി എന്ത് പുലിവാലിനാണോ എൻ്റെ പിറകെ തന്നെ ഇവൻ നടക്കുന്നത്, ഉപകാരം ചെയ്ത് എന്നിട്ട് പിന്നെ വീണ്ടും ഇനി ഉപദ്രവത്തിനാണോ ദൈവമേ എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ ജയശങ്കറിൻ്റെ അടുത്ത് ശാലി പറയുന്നുണ്ട്, അവൾക്ക് ചിന്തിക്കാൻ ഒരു കാരണവശാലും സമയം കൊടുക്കാൻ പാടില്ല, താൻ വീണ്ടും ഒന്നും കൂടെ ഉടൻ തന്നെ അവളെ വിളിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഫോൺ വിളിക്കുവാണ്. പിന്നെ തന്നെ എന്തൊക്കെയാണ് ഇവളോട് സംസാരിക്കേണ്ടതെന്നുള്ള കാര്യത്തിൻ്റെ സർവ്വ കാര്യത്തിൻ്റെ ഹിൻറ്റും ശാലിനി രഹസ്യമായി തന്നെ ഈ ജയശങ്കറിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മാഡം ഞാൻ ഇതുപോലൊക്കെ പറഞ്ഞ എന്നൊക്കെ ജയശങ്കർ ചോദിച്ചിട്ട് ഒരു പേടിച്ചാണ് ജയശങ്കർ ഈ കാർത്തിക വിളിക്കുന്നത്. അപ്പോൾ രണ്ടാമതും മൂന്നാമതും കൂടെ ഒരു ഫോണായപ്പം കാർത്തിക ചിന്തിക്കോ, എന്നെ എന്തായാലും സഹായിച്ച വ്യക്തിയല്ലേ, ഇനി എന്തെങ്കിലും ഇവിടെ വന്നിട്ട് വല്ല പ്രശ്നത്തിലായിട്ട് എന്തെങ്കിലും ഉപകാരത്തിന് വേണ്ടിയിട്ടാണെങ്കിലോ എടുത്തേക്കാൻ, ഞാൻ എന്തിനാ ഉപദ്രവിക്കുന്നത്, വെറുതെ പിണക്കാൻ നിൽക്കേണ്ട, ഫോൺ എടുത്തേക്കാൻ. ഞാൻ ജയശങ്കറിൻ്റെ ഫോൺ അങ്ങ് ധൈര്യത്തിലും കാർത്തിക എടുക്കുക. അപ്പം കാർത്തിക എൻ്റെ ഫോൺ നമ്പർ എഴുതുന്നുണ്ട്. ആ അത് നിൻ്റെ ഫോൺ നമ്പർ, എനിക്ക് അത് മധുശ്രീ തന്നെയാണ്. ഓ മധുശ്രീ ഇവളെൻ്റെ ഫോൺ നമ്പർ ഇവന് കൊടുത്തോ, ഇവർക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ആദ്യം മധുശ്രീയെ 2 ചീത്തയൊക്കെ മനസ്സിൽ പറഞ്ഞിട്ട്, ആ ജയശങ്കർ എന്തിനാ വിളിച്ചത് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജയശങ്കർ പറയുന്നത്, ആ നിനക്ക് സുഖമൊക്കെ ആണെന്നോ കാർത്തികേ? ഞാൻ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത്, അതെന്താ ചോദിച്ചതിൻ്റെ കാര്യം? അല്ല നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തിൻ്റെ ആ ഒരു കോമ്പൗണ്ട് ഉണ്ടല്ലോ, നിങ്ങളുടെ കോമ്പൗണ്ട് ചുവരിൽ നിങ്ങളുടെ ആരും വേണ്ടപ്പെട്ട ആൾക്കാർ ഫോട്ടോ ഒട്ടിച്ചിട്ട് കാണുന്നില്ല എന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരു ഇട്ടിട്ടുണ്ടല്ലോ, അവിടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ഒട്ടിച്ചിരിക്കുന്ന കണ്ടിട്ട് ചോദിച്ചാൽ, ഞാൻ ഇതുവഴി പോയ വകി അത് കണ്ടപ്പം ചോദിച്ചു
ചോദിച്ചാന്നേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പം കാർത്തിക ഇക്കാര്യമെന്ന് പറഞ്ഞില്ലേ, ഞാൻ വെച്ച സത്യാമ്മയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആരും ആയിരിക്കും, അതുകൊണ്ടായിരിക്കും എന്താണ് ഈ പോസ്റ്റർ അവിടെ തന്നെ പതിപ്പിച്ചിരുന്നത്. കാരണം വേറെ എവിടെയും ഈ പോസ്റ്റർ കൂടുതൽ കണ്ടില്ല, സത്യാമ്മയുടെ വീട്ടിൻ്റെ മുന്നിൽ മാത്രമാണ് ഈ പോസ്റ്റർ കണ്ടതും കാര്യം. അപ്പം ഞാൻ വിചാരിച്ചു നിനക്കൊക്കെ പരിചയമുള്ള വ്യക്തിയായിരിക്കും, കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചതേ ഉള്ളൂ, നീ സുഖമായിട്ടിരിക്കുന്ന അറിയുന്നതാണല്ലോ എനിക്കിപ്പം താല്പര്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കാർത്തിക നിൽക്കുമോ, ഫോട്ടോയോ ആരുടെ, ഇത് സത്യാമ്മയുടെ വീട്ടിൽ ചുമല്ലോ, നിങ്ങളുടെ വീട്ടിൽ ചുമല്ലോ, നീ കണ്ടില്ല ഇതുവരെ, എന്നാൽ നീ ഒന്ന് പുറത്തിറങ്ങി നോക്ക്, ഇനി വേണ്ടപ്പെട്ടവരാണെന്ന് നിനക്കറിയാലോ. അപ്പോഴത്തേക്ക് ഞാൻ ഇപ്പം തന്നെ ഇറങ്ങി നോക്കാം എന്ന് പറഞ്ഞ് നേരെ കാർത്തിക എന്താണ് മുറ്റത്തേക്ക് ഇറങ്ങി വരുവാണ് ആ രാത്രി സമയത്ത്. അപ്പോൾ രാത്രി ഇറങ്ങി വന്ന് പുറത്തേക്ക് നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, അപ്പോൾ ഈ കാർത്തിക ഇറങ്ങി വരുന്ന കാത്ത് അവിടെ തന്നെ എന്താണ് പതുങ്ങി നിൽപ്പുകൊണ്ട് നമ്മുടെ ശാലിനി, അതായത് ഇവളെ ഫോട്ടോയും വീഡിയോ എടുക്കാൻ പറ്റുന്ന പാകത്തിന് നമ്മുടെ ശാലിനി അവിടെ കാത്തിക്കാണ്. ജയശങ്കറും ശാലിനിയുടെ തൊട്ടടുത്തുണ്ട്. അപ്പം സ്പീക്കർ ഇട്ടാൽ സംസാരിക്കുന്നത്. അപ്പം ഇവളെ നേരെ ഫോട്ടോ കാണുവാണ്. ഫോട്ടോ കാണുന്നത് ഈ ഹർഷൻ്റെ ഫോട്ടോ ഇട്ടിട്ട് കാണുവാനില്ല, കണ്ടുപിടിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ സമ്മാന തുകയായിട്ടോ. ഇത് ആരാക്കി ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചത്, ആരോ എൻ്റെ പിറകിലുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ആരോ എന്നെ ചതിക്കാൻ വേണ്ടി തന്നെയാണ്. എന്നിട്ട് ആദ്യം തന്നെ ഇവൾ മണ്ടത്താതി ചോദിക്കുക, അപ്പം എന്നെ കൂടെ നടന്ന് ചതിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ഇവിടെ കൊണ്ടുവന്ന് ഇവൻ്റെ ഫോട്ടോ ഒട്ടിച്ചാണല്ലേ, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്, അപ്പം എന്നെ ചതിക്കാനുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം, അപ്പം ഉപദ്രവിക്കാൻ തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുവാണ്. അന്ന് സത്യാമ്മയുടെ മുന്നിൽ പറഞ്ഞേക്കാൻ വെറും പച്ച കള്ളമായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് കാർത്തിക് എന്താണ് ജയശങ്കറിനോട് ദേഷ്യം പിടിക്കുമ്പോൾ തന്നെ ശാലിക്ക് കാര്യങ്ങളൊക്കെ കത്തുവാണ്. ഇട്ടിരിക്കുന്ന ഫോട്ടോ അവൻ ഇവളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരുത്തനാണ്, അവനെ ഇവൾ നല്ല പോലെ പേടിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇതിൽ നിന്ന് മനസ്സിലായി. ഇനി അവൻ ആരാന്നും കൂടെ അറിയണം. അപ്പം ജയശങ്കറോട് ചോദിക്കുന്നുണ്ട്, എന്താണ് സംസാരിക്കാൻ പറയുന്നുണ്ട്, അവർക്ക് ചിന്തിക്കാൻ ഗ്യാപ്പ് കൊടുക്കുക, സംസാരിക്കാൻ പറയുമ്പോൾ ജയശങ്കർ പറയുക, ഞാൻ ഒട്ടിച്ചു, നീ എന്ത് ഭ്രാന്താ പറയുന്നത്, അതിന് അവൻ ആരാന്ന് പോലും എനിക്ക് അറിയത്തില്ല, പിന്നെ ഞാൻ അവിടുന്ന് അവൻ്റെ ഫോട്ടോ കൊണ്ടുവന്ന് ഇവിടെ ഒട്ടിക്കാൻ നിനക്ക് ഭ്രാന്തുണ്ടോ കാർത്തികേ, ഞാൻ നിൻ്റെ വീട്ടിൽപ്പെട്ട ആരെങ്കിലും ആക്കി വെച്ചിട്ട് ഞാൻ നിന്നോട് ജനുവിനായിട്ടൊന്നും എന്താണ് ഒരു മനസ്സിൻ്റെ നന്മ കൊണ്ട് ചോദിച്ചു പോയതല്ലോ, അതിപ്പോൾ എൻ്റെ തലയിലേക്കായോ തെറ്റ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഈ കാർത്തിക ശരിയാന്നല്ലോ, ഇവന് ജയശങ്കറിനെ അറിയത്തില്ലല്ലോ ഹർഷനെക്കുറിച്ച്, പിന്നെ എങ്ങനെയാണ് ഹർഷൻ്റെ ഫോട്ടോ ജയശങ്കർ കൊണ്ട് ഒട്ടിക്കുന്നത്, അതിന് ചാൻസ് ഒന്നുമില്ല. അപ്പം ഇവനല്ല, അപ്പം എൻ്റെ പിറകിൽ വേറെ ആരോ ഉണ്ട്. ഇവൻ അല്ല കാർത്തിക്, ഇവൻ ആരാണ്, ഞാൻ അവനെക്കുറിച്ച് ഫോട്ടോ ഒട്ടിച്ചത് എൻ്റെ അടുത്ത് പറയാൻ വേണ്ടി അവൻ നിൻ്റെ ആരാണ്, അവനെക്കുറിച്ച് എൻ്റെ അടുത്തൊന്നും മിണ്ടല്, അവനല്ലേ എന്നെ പ്രേമിച്ച് ചതിച്ചിട്ട് പോയവൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രേമിച്ചോ, അപ്പം നീ വിഷ്ണുവിനല്ലേ പ്രേമിച്ച് പോയത്, അപ്പം നീ വിഷ്ണുവിനെ പ്രണയിച്ച് അവിടുന്ന് ഇറങ്ങിപ്പോയതല്ല, നീ പ്രണയിച്ചത് ഇവനായിരുന്നു, അപ്പം പിന്നെ നീ വിഷ്ണുവിനെ യഥാർത്ഥത്തിൽ കല്യാണമൊക്കെ കഴിച്ചതാണോ, അതോ നീ ചുമ്മാ പറയുന്നതാണോ, ഇതിൻ്റെ പിറകിൽ എന്തോ സത്യം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതൊക്കെ ഞാൻ പിന്നെ പറയാം, ഇപ്പം എനിക്ക് ഉപദ്രവം ചെയ്യാതിരുന്നാൽ മതി, എൻ്റെ അടുത്ത് കാര്യം പറയാനുള്ള കാര്യം പറഞ്ഞില്ലേ, അത് ഞാൻ അറിഞ്ഞില്ലേ. അപ്പോഴത്തേക്കും കാർത്തിക് എന്താണ് ആ ഫോട്ടോ അങ്ങ് വലിച്ചു കയറുക, പോസ്റ്ററിങ് ആരും കാണുന്നതിന് ഇത് ആരും കാണാൻ പാടില്ല, എല്ലാവരും കാണുന്നതിന് ഇത് വലിച്ചു കയറി കളഞ്ഞേ പറഞ്ഞു, സത്യാമ്മ കണ്ടു ഞാൻ വലിയ പ്രശ്നമോ, ഇതിൻ്റെ പിറകിൽ ആരെങ്കിലും പിടിച്ച് മണത്ത് പോയി കഴിഞ്ഞാൽ വിഷ്ണുവേട്ടനാണെങ്കിലും ഹർഷൻ്റെ ഫോട്ടോ തപ്പി നടക്കുമോ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ വലിയ പണിയാവും എന്നിട്ട് നേരെ ആ ഫോട്ടോ വലിച്ച് കീറുന്നൊക്കെ ശാലിനി എന്താണ് വീഡിയോ എടുക്കുവാണ്. ശാലിനി വീഡിയോ എടുക്കുന്നതിനൊപ്പം തന്നെ ഈ ജയശങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ജയശങ്കർ ചോദിക്കുന്ന ചോദ്യത്തിന് ജയശങ്കർ സംസാരിക്കുന്ന കാർത്തിക സംസാരിക്കുന്ന എല്ലാ കാര്യം കൂടെ ചേർന്നാണ് ശാലിനി റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം അവളുടെ ദേഷ്യം ആ ഫോട്ടോ വലിച്ച് കയറുമ്പോൾ അവളുടെ ആംഗിളും ഭാവവും മുഖഭാവവും എല്ലാം കൂടെ അങ്ങ് പകർത്തിയെടുക്കുവാണ് ശാലിനി. ഇത് മതിയടി, എനിക്കിവൻ ആരാന്നൊന്നും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റില്ല, പക്ഷെ നീ ഇവനെ പ്രണയിച്ചെന്നും ഇവനെ നീ ചതിച്ചെന്നുള്ള കാര്യം മനസ്സിലായി, പിന്നെ വിഷ്ണുവേട്ടൻ നീ വിവാഹം കഴിച്ചോ ഇല്ലോ എന്നുള്ള കാര്യം അതിനല്ലേ നീ ഉത്തരം തരാതുള്ളൂ. ഇത്രയും കണ്ടുപിടിച്ച് എനിക്ക് അതും കണ്ടുപിടിക്കാൻ ഇനി വലിയ പാടൊന്നുമില്ലടി, ഇവിടം വരെ ഞാൻ നിൻ്റെ പിറകെ എത്തിയില്ലേ, ഒന്നും അറിയാതെ ഇത്രയും ഞാൻ നിൻ്റെ പിറകെ എത്തിയെങ്കിൽ ഇനിയും കളിക്കാൻ കളികൾ ഇഷ്ടം പോലെ ഉണ്ട് കാർത്തിക്, നിൻ്റെ അച്ഛൻ അമ്മ ഇറക്കി കളിക്കാൻ എൻ്റെ കയ്യിലാണ്, ഇനി കരുനീക്കങ്ങൾ ഇഷ്ടം പോലെ ഉള്ളത് എൻ്റെ കയ്യിലാടി, നീ ഇനി പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും എൻ്റെ ഓരോ കരുനീക്കവും, ഞാൻ നീക്കുന്ന കരുനീക്കത്തിൽ നീ മൂക്കും കുത്തി താഴെ വീഴുന്ന എനിക്ക് കാണേ വേണം. എന്നെ വിഷ്ണുവേട്ടൻ നീ ഏതെങ്കിലും രീതിയിൽ ചതിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വിഷ്ണുവേട്ടൻ്റെ കുടുംബത്തിന് നീ ഇന്ന് ചതിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, ആ ചതിക്ക് ഒരു അവസാനം വരുത്താതെ ഞാൻ പോകത്തില്ല എന്ന് ശാലിനി അവിടെ തീരുമാനിച്ച് നിൽക്കുന്നതും ഈ പറയുന്ന കാര്യങ്ങൾ ഈ വട്ടങ്ങളിൽ ശാലിനി കൃത്യമായിട്ട് വീഡിയോ എടുത്ത് കൈ വെച്ചിരിക്കുകയാണ്. ഈ ഒരു പ്രൂഫ് മതി സത്യാമ്മയുടെ മുന്നിൽ എനിക്ക് കാണിക്കാൻ വേണ്ടി, നിനക്ക് അവനും തമ്മിൽ ഒരു ബന്ധമുണ്ട് സ്ഥാപിക്കാൻ, നിൻ്റെ ഈ വോയിസ് നോട്ട് തന്നെ എനിക്ക് ധാരാളം എന്ന് പറഞ്ഞ് ഇതെല്ലാം വീഡിയോ പിടിക്കുന്ന കാണിച്ചും അവിടെ കാർത്തിക് എന്താണ് ആരും കാണാൻ പാടില്ല, ആരായിരിക്കും എൻ്റെ പിറകിലെന്ന് കാർത്തിക് അവിടെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന കാണിച്ചാണ് അടുത്ത എപ്പിസോഡ് എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇനി കാണാമെന്ന കുടുംബശ്രീ അതിൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് നിങ്ങളുടെ കമൻസും ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. ബൈ.